ജോണി പോയിക്കോളൂ. താങ്ക്സ്. ഗുഡ് നൈറ്റ് ശേഖർ. ഗുഡ് നൈറ്റ്. ഹലോ ഹലോ. എന്താ സാറേ? ഒരു ഓട്ടോ ഉണ്ടല്ലോ ആശാനെ. എങ്ങോട്ടാ സാർ? ലോങ്ങാ, ഊട്ടി വരെ പോണം. ലോങ് ഓട്ടോ ഒന്നും പറ്റില്ല സാർ. ഇവിടെ അടുത്ത് എവിടെയാണെങ്കിൽ സാർ കയറിക്കോ. എന്താ കൃഷ്ണൻകുട്ടി? ഊട്ടിക്ക് പോകുന്നു. ഇപ്പൊ തന്നെ തിരിക്കണം. ആരാ വരുന്നേ? ആരും വരുന്ന കോളില്ല സാർ. അതെന്താ? സാർ പത്രമൊന്നും കാണാറില്ലേ? പഴയതുപോലെ ഇപ്പൊ വിശ്വസിച്ച് രാത്രിയിലൊന്നും ലോങ് ട്രിപ്പ് പോയിക്കൂടാ. എപ്പോഴാ മുളക് പൊടിയും തോർത്തുകൊണ്ട് വരികയെന്നറിയില്ല. ഓടിയില്ലെങ്കിൽ ഓടിയില്ലെന്നല്ലേ ഉള്ളൂ. ഏതെങ്കിലും കൊക്കയിൽ വീണ് ചത്ത കുടുംബത്തിന് പോയില്ലേ സാറേ? കഴിഞ്ഞ മാസം ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അതാ ഡ്രൈവർമാർക്കൊക്കെ. അതെ, ഇല്ല കിടക്കണ സാധന നിങ്ങൾ എടുത്തേ. അവൻ ആളൊരു കുപ്പിക്കണ്ടാന്നാ പറയുന്നത്. എന്തോട്ടം തേക്കെങ്കിലും ആവട്ടാ. നീ പോയ കാറെടുത്തേ. എന്താ നിനക്ക് ധൈര്യല്ലേ? പോയത് ചവി അവിടുന്ന്. നിങ്ങളെല്ലാവരും വാനിലോ ഓഫീസിലോട്ട് വന്നോട്ടാ. ഇതുവൻ തുറന്നിട്ട് പോയിരിക്കെ. ഡ്യൂപ്ലിക്കേറ്റ് ഇടയിലുള്ള കാര്യം മറന്നുണ്ടാവും. ചാക്കോച്ചനായിരുന്നു. ഞാൻ വിചാരിച്ചത് ആരാ നമ്മുടെ വണ്ടിയുടെ സീറ്റൊക്കെ കയറിയിരിക്കുന്നെന്ന്. എന്റെ അച്ചായ ഒരു വാക്ക് വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നു. ഞാൻ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് വരില്ലായിരുന്നു. ഇതിപ്പോ ആരെങ്കിലും കണ്ടാ എന്ത് വിചാരിക്കും? നമ്മൾ തമ്മിൽ എന്തോ ഉടക്കൊണ്ടെന്ന്. ഒരു വീഡിയോ. എടാ ശിവ, എനിക്ക് നിന്റെ ആളെ മറ്റേതാക്കണ വർത്താനം നീ കേൾക്കണ്ട. നീ മര്യാദയ്ക്ക് വണ്ടിയുടെ മുമ്പിൽ നിന്നാ മാറിയേ. നാളെ ഓഫീസിൽ വെച്ച് ബാക്കിയുള്ള കാര്യം സംസാരിക്കാം. വണ്ടി ഇപ്പൊ ഞാൻ കൊണ്ടുപോകും. ഇതാണ് എനിക്ക് പിടിക്കാത്തത്. വണ്ടി കൊണ്ടുപോകണ്ടെന്ന് ഞാൻ പറഞ്ഞോ? ചാക്കോച്ചെന്ന് വന്നേ, ഞാനൊരു സ്വകാര്യം പറയട്ടെ. ഒരു സ്വകാര്യം പറയണ്ട. ഇഷ്ടേ ശിവനല്ലേ വിളിക്കുന്നു. വാ മുതലാളി. മോനെ ഇപ്പൊ പോടാ, ഞാനൊരു സ്വകാര്യം പറഞ്ഞോട്ടെ. അപ്പൊ താൻ വണ്ടി കൊണ്ടുപോകാൻ തന്നെ വന്നതാണല്ലേ? അതെ അതെ. 4 മാസത്തെ അടവാണ് തെറ്റിയിട്ടുള്ളത്. മര്യാദയ്ക്ക് തന്നെ കാശ് കിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ലേ? ഇടോ, അതിന് എന്തേ വേണ്ടേ? ഒരു ഓട്ടം കിട്ടിയിട്ട് ദിവസം എത്രയെന്ന് എനിക്കറിയോ? ഒരു 2 ആഴ്ച കൊടുന്ന് കാക്ക്. ഒരു വഴിക്ക് കാശ് വരാനുണ്ട്. വേണ്ട ശിവ, ഞാൻ ഇതുപോലെ ഒരുപാട് കാത്തറിലാണ്. താൻ ആളെ വിട്ടേ. താൻ വണ്ടി കൊണ്ടുപോയിക്കോ, ഞാൻ തടയുന്നില്ല. പിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഒരു തുള്ളി അടിക്കാൻ കാശില്ല. നാളത്തെ സ്ഥിതി അതാവൂല. കിഡ്നി വിറ്റെങ്കിലും കിട്ടുന്ന കാശ് കൊണ്ടൊരു കീറിയിട്ട് ഞാനൊരു വരവ് വരും തൻ്റെ വീട്ടിലേക്ക്. 2 അറിഞ്ഞിട്ടേ ശിവൻ മാറൂ. തന്നാണ് സത്യം. ഉടക്കി എന്നെ പോലെ പരനാറി ഈ ലോകത്തില്ലെന്നുള്ളവരെന്ന് എനിക്കറിയാമല്ലോ. ഞാൻ പോലീസിൽ പറയും. പിന്നെ പോലീസുകാർ തൻ്റെ കൂടെ എസ്കോട്ട് വരാനിരിക്കല്ലേ? എവിടെയെങ്കിലും ഇട്ട് തന്നെ ഞാൻ ചാമ്പും. അതുറപ്പാ. താൻ സംശയിക്കണ്ട. ഞാനിപ്പോ എന്തോട്ടാ ചെയ്യണ്ടേ? എന്റെ കാശ് വേണ്ടെന്ന് വെക്കണോ? അത് വേണ്ട. പിന്നെ താനിപ്പോ തൽക്കാലം പിള്ളേരെ വിളിച്ചോണ്ട് പോകും. കാശ് അധികം വൈകാതെ എത്തിക്കാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കാം. ചെല്ലടോ. അപ്പൊ ചാക്കോച്ച പറഞ്ഞ പോലെ ശുഭരാത്രി. ഹലോ. ഹലോ. ഊട്ടിക്കൊരു ട്രിപ്പുണ്ട്, വരുന്നോ? ഊട്ടിയോ? ഏത് നരകത്തിലേക്കാളും പരമാശയ റെഡി. ഇപ്പൊ തന്നെ തിരിക്കണം. പിന്നെന്താ? മാഷൊറ്റേക്കുള്ളൂ? അല്ല, 3-4 പേര് കൂടെ ഉണ്ട്. പോകുന്ന വഴി പിക്കപ്പ് ചെയ്യാം. അതിനെന്താ? റെഡി. പിന്നെ പെട്രോൾ പമ്പ് വരെ എത്താനേ കാണുള്ളൂ. രാത്രി ആയതുകൊണ്ട് ഇത്തിരി പെട്രോൾ എനിക്ക് പഠിക്കണം. 2 പ്രശ്നം പരിഹരിക്കാം. ചിലപ്പോ 2 ദിവസം അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. 2 ദിവസമല്ല, 2 മാസം താമസിക്കാം സാറേ. ഊട്ടിയല്ലേ സാറ് കയറ്. ശേഖർ, തിരിച്ചു വരുമ്പോ ഞാൻ ഡോളിയും കാണില്ല. ഞങ്ങൾ അവിടുന്ന് മൈസൂർക്ക് പോകും. അല്ലടി? പ്ലീസ് ദിലീപ്. ഏയ്, മീനെന്തൊന്നും മിണ്ടാത്ത ഉറങ്ങുക. ഞാനിങ്ങനെ ആശാന ഡിസ്പാൻഡ് ആണല്ലേ? എന്താ? അല്ല, ചുറ്റിക്കളിയാണല്ലോ. ഏയ്, നമ്മുടെ ഫ്രണ്ട്സാ. അതെ അതെ.